വനിതാ സംരംഭകരായിട്ട് വന്ന 2 പേരിന്ന് നിങ്ങൾക്ക് അവരുടെ യാത്ര ഇതുവരെയുള്ള അവരുടെ ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാന്ന് വെച്ചാൽ പലരും എന്തെങ്കിലും സംരംഭം തുടങ്ങണം, ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവര്, അതിനുള്ള ഒരു ചെയ്താൽ ശരിയാവോ ഇല്ലയോ, അതിനെന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യാതെ മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് ഇന്ന് 2 ഗസ്റ്റാ ഉള്ളത്. ഒരാൾ നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഉള്ളതാണ്. ഷീ സ്കിൽ ഫാമിലിയിൽ വന്ന് പിന്നെ ഇപ്പം ഒരു സംരംഭം ചെയ്യുന്നവരാണ്. നമ്മളിന്ന് അല്ലാതെ ഒരാളെയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരാണ്. അപ്പോ നമുക്കാദ്യം എന്താ പറയാ, നമ്മള് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻവൈറ്റ് ചെയ്ത ഏഹ്, ദേവുന്നാണ് പേര്. ദേവിന്നാണ് പേര്. അവരെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സുനിത റഷീദിനെയും സംസാരിക്കാൻ ക്ഷണിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ ദേവിയുടെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് ഇവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചേഞ്ച് തോൺ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ, അതായത് നിങ്ങളുടെ ഓരോ വാക്കുകളും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തികളെയും അവരുടെ ഒരു ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്ന എന്ന ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ദേവീനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദേവി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ദേവി ഓക്കെ. ദേവിയുടെ ഇതുവരെയുള്ള ജേണി നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങാം. ഹായ്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ. ഐ എം ദേവി ഫ്രം ബാംഗ്ലൂർ. ആക്ച്വലി എൻ്റെ മലയാളത്തിലെ പ്രൊണൗൺസിയേഷൻ വന്നിട്ട് അത്രയും ക്ലിയർ ആയിരിക്കില്ല. മീൻസ് നോ പ്രോബ്ലം, നോ പ്രോബ്ലം. സംസാരിച്ചു. അതൊന്ന് ഇഗ്നോർ ചെയ്തേരെ. ഓക്കെ, മോട്ടിവേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള കണ്ടന്റ് എൻ്റെ കയ്യിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എങ്ങനെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തു ആൻഡ് എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ആക്ച്വലി ഞാനൊരു 7 ഇയേഴ്സ് വന്നിട്ട് ഒരു എക്സ്പോർട്സിൽ മെർച്ചൻഡൈസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആഫ്റ്റർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ജോലി വിട്ടു. പിന്നെ കൊച്ചായി, അവൻ്റെ പുറയിലായി. പിന്നെ അവൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അച്ഛൻ ആക്ച്വലി എൻ്റെ അനിയന്മാരുടെ കൂടെ ആയിരുന്നു. അപ്പൊ അനിയന്മാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം അച്ഛൻ വേറെ ഒരു വില്ലേജിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് പണിത് അവിടെ സെറ്റിലായി. അപ്പോൾ പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ കടമുറി എടുത്തിട്ട് സ്റ്റുഡിയോ നടത്തുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, 60+ ആയി പുള്ളിക്ക്. അപ്പൊ ഈ വയസ്സിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. കാരണം ഒരു വില്ലേജ് ആണ്. സോ ഒരു ദിവസം ഒരു 100 റുപ്പീസ് ഏൺ ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏജ് ഫാക്ടറും കണ്ടിട്ടാണ് ഞാൻ അതാ ചോദിച്ചത് അച്ഛൻ്റെ അടുത്ത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവിടെ എനിക്കായിട്ടുള്ള ഐഡന്റിറ്റി വേണ്ടേ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിച്ചു. അപ്പൊ അത് എനിക്ക് എന്നോട് തന്നെ ചോദിക്കുന്ന രീതിയിൽ എനിക്കത് തോന്നി. ആക്ച്വലി മെൻ എപ്പോഴും അവരെങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ അവരുടെ സ്റ്റേറ്റസ് ആൻഡ് എന്താ പറയാ, നെയിം, ഫ്രെയിം, ഇതൊക്കെ അവർക്ക് ലൈഫ് ലോങ് ഒരു ഭയങ്കര അതിൽ കൺസേൺ ആയിരിക്കും അവര്. പക്ഷെ വുമൻ നമ്മള് ഈവൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളെ ലോകം തന്നെ നമ്മുടെ വീടാന്നുള്ള രീതിയിൽ നമ്മുടെ മെന്റാലിറ്റി ആവും. സോ അവിടെ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പം ഒരു ചെറിയ ബിസിനസ് ആയിട്ട് നമുക്ക് എനിക്കായിട്ട് ഒരു ഐഡന്റിറ്റി വേണം. സോ അതൊരു ബിസിനസ് വഴി കൊണ്ടുപോയാൽ എന്താന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. സോ ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് സംതിങ്. സോ ഞാൻ ഇരുന്ന ഒരു ദിവസം എനിക്ക് എന്താ ഇഷ്ടം, ചുമ്മാ റാൻഡം ആയിട്ട് ഓക്കെ ഇതിൽ നല്ല ഇതിൽ ആൾക്കാർ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, ഇല്ല അതിൽ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, സോ ഇതെടുക്കാം അതെടുക്കാം, അങ്ങനെയുള്ള മൈൻഡ് വന്നില്ല എനിക്ക് എനിക്കെന്താ പാഷൻ, ചെറുപ്പം തൊട്ട് എനിക്ക് എന്തിലാ കൂടുതൽ താല്പര്യം ആ കാര്യം എടുത്തിട്ട് അതൊരു ബിസിനസ് ആക്കി എടുക്കാനായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. സോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ നാച്ചുറൽ പ്രോഡക്റ്റിനോടൊക്കെ എനിക്ക് കൂടുതൽ താല്പര്യമുള്ള ആളാണ് ഞാൻ. അത് കാരണം ശരി, ഓക്കെ, ഈ കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് എടുക്കാന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. പിന്നെ ഒരു കോഴ്സ്, ആദ്യം ഞാൻ സോപ്പ് മേക്കിംഗ് ആണ് പഠിച്ചത്. സോ ആ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഒരുത്തി പാർലർ ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, റണ്ണായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു അവളുടെ അടുത്ത് ചോദിച്ചു നോക്കാം
പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് സെയിൽ ചെയ്യാനുള്ള രീതിയിൽ ചോദിച്ചു നോക്കാന്ന് ഓർത്തിട്ട് അവളെ വിളിച്ച് ചോദിച്ചു നോക്കി. അപ്പൊ അവള് പറഞ്ഞു ഇവിടെ തന്നെ വന്ന് ഉണ്ടാക്കിക്കോ, എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ സെയിൽ ചെയ്യാമെന്നും അവള് പറഞ്ഞു. ശരി, ഞാൻ അവിടെ പോയിട്ട് സോപ്സ്, ഒരു ഹൺഡ്രഡ്സ് ഓഫ് സോപ്സ്, കോൾഡ് പ്രോസസ് സോപ്പ്, അതായത് അത് കോൾഡ് പ്രോസസ് സോപ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തിട്ട് നമ്മൾ ഒരു 30 to 45 days ക്യൂറിങ് വയ്ക്കണം, എന്നിട്ട് വേണം നമുക്ക് സെയിൽസിലേക്ക് കൊണ്ടുപോകാൻ. സോ അത്രയും ഉണ്ടാക്കി സെയിലിലേക്ക് എത്താറായപ്പോഴത്തേനും അവക്ക് എന്റെ ഫ്രണ്ടിന് ആ കട വന്ന് വെക്കേറ്റ് ചെയ്യേണ്ട, മീൻസ് ഒഴിവാകേണ്ട ഒരു സിറ്റുവേഷനിലേക്കായി അവള്. സോ ആ സോപ്പ്, ഒരു ഹൺഡ്രഡ്സ് ഓഫ് സോപ്പ്, അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വീട്ടിൽ വെച്ചു. നെക്സ്റ്റ് എന്താ മൂവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ സിറ്റുവേഷനിൽ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചോദിച്ചു, ഇത്രയും സോപ്പ് നീ എന്താ ചെയ്യാൻ പോണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റേറ്റസ്, പിന്നെ വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസ് ഇടാൻ, ആരെങ്കിലും വാങ്ങിക്കും, അപ്പൊ അങ്ങനെ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇതൊക്കെ ആര് വാങ്ങിക്കാനാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ അത് ഇപ്പൊ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് അവിടെ പ്രൂവ് ചെയ്യേണ്ടത് അവിടെ എന്റെ മാത്രമായിട്ടുള്ള എന്താ ഉത്തരവാദിത്തമാണ്. അതും ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം ഞാൻ പുള്ളിയുടെ ക്രെഡിറ്റ് കാർഡിലായിരുന്നു ഞാനത് എടുത്തത്. അപ്പൊ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇവിടെ അത്രയും സോപ്സ് എടുത്തുകൊണ്ട് വന്നു, ഞാൻ അത് എങ്ങനെ സെയിൽ ചെയ്യുന്നു ഒന്നും എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയി ഞാൻ, ബിക്കോസ് ഇറ്റ്സ് സ്റ്റാർട്ടിങ് സ്റ്റേജ്, റൈറ്റ്? സോ എന്നിട്ട് ഞാനിത് സോപ്സ് പാക്ക് ഒന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് സ്റ്റേറ്റസിലിട്ടു. പക്ഷെ ആരും വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് നെക്സ്റ്റ് ഒരു ഐഡിയ തോന്നി, ഇത് ഒരു എന്താ പറയാ, പാക്ക് ചെയ്യാം, ബട്ടർ പേപ്പർ കൊണ്ട് പാക്ക് ചെയ്തിട്ട് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ തോന്നി. അപ്പൊ അതങ്ങനെ ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇംപ്രസ് ആയെന്ന് തോന്നുന്നു. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങി പ്രൈസ് എത്രയാ എങ്ങനെയാന്ന്. ഞാനത് എന്തിനാ ആക്ച്വലി ഒരു ചെറിയൊരു പ്രൈസിലാണ് ഞാനത് സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പൊ കോൾഡ് പ്രോസസ് സോപ്പ് എന്ന് നമ്മൾ പെട്ടെന്ന് പോയി ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അത് എന്താണെന്ന് അറിയില്ല. ഒരു സോപ്പിന്റെ പ്രൈസ് തന്നെ 150-200 എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇത് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വീട്ടിൽ ഉള്ള കാലത്തോളം എനിക്കത് എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ എങ്ങനെയും ഈ പ്രോഡക്റ്റ് ഒക്കെ പുറത്തേക്ക് പോകണം, അതെനിക്കിപ്പോൾ ലോസ് ആയാലും കുഴപ്പമില്ല എന്നുള്ള മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ. സോ ഓരോന്നായിട്ട് അങ്ങനെ പിന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തുല്ലോ, അങ്ങനെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടപ്പം ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സോപ്പും സെയിലായി, കംപ്ലീറ്റ് ആയിട്ട് സെയിലായി. അതില് വേറൊരു ബെനിഫിറ്റ് എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അത് വാങ്ങിച്ച് യൂസ് ചെയ്തുള്ളൂ ആൾക്കാർ. യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കുറേ പേർക്ക്, എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ആൾക്കാർ. സോ അതാണ് അതിലൊരു പ്ലസ് ആയിട്ട് എനിക്ക് വന്നത്. ആൻഡ് ദെൻ പിന്നെന്താ പറയാ, അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവർക്കൊക്കെ വരുന്ന കാര്യമാണ്. ഇപ്പൊ ദേവി ആ ഒരു എന്താ പറയാ, ഇനി ഇതാര് വാങ്ങിക്കാനാ, ഇത് വാങ്ങിക്കാൻ ആളെ കിട്ടുമോ, അതുപോലെ തന്നെ അവിടെ പിന്നെ ആ ഒരു പേയ്മെന്റ്, കാർഡിൽ നിന്ന് എടുത്തിട്ടുള്ള പേയ്മെന്റ് ഹസ്ബൻഡിന് കൊടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പം ഡൗൺ ആവാതെ അതിനുള്ള പോംവഴി കണ്ടെത്തി എന്നുള്ളതല്ലേ അതിന്റെ ഒരു പിന്നെയും മുന്നേട്ടേക്ക് പോകാൻ പറ്റിയ ഒരു കാരണം? അത് എനിക്ക് അവിടെ എൻ്റെ കോൺഫിഡൻസ്, അത് വീട്ടിൽ ഇരിക്കുന്ന കാലത്തോളം എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറയുമെന്ന് അതായിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുള്ള കൺസേൺ. സോ അത് എങ്ങനെയും പുറത്തേക്ക് ആക്കണം, ഐ മീൻ വീട്ടിൽ നിന്ന് ഐ മീൻ സെയിലാക്കി തീർക്കണം. സെയിലാക്കണം. അപ്പോൾ എനിക്ക് ഇൻകം എനിക്ക് കുറച്ച് വന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സെയിലാകണം, ഇല്ലെങ്കിൽ എനിക്ക് പിന്നെയും ഡൗൺ ആവും. പിന്നെ അപ്പുറത്ത് മാം പറഞ്ഞ പോലെ ഹസ്ബൻഡിന് ആ കാശ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതായിരുന്നു. പക്ഷെ എങ്ങനെയോ അത് ശരിയായി വന്നു. എന്നിട്ട് പിന്നീട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ആ ഇത് ക്രെഡിറ്റ് കാർഡിന്റെ ഇത്, കാരണം പുള്ളിക്കും വേറെ ബാധ്യതകളുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കാരണം അത് കൊടുത്ത് അങ്ങനെ ഒരുവിധം തീർത്തു. പിന്നെ കുറച്ച് എന്താ ചെയ്ത, വേറെ കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, വേറെ പ്രോഡക്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെ ഓരോ കാര്യമായിട്ട് പഠിച്ച്
ഇതിനിടയിൽ ഞാനൊന്ന് അതുകൊണ്ടിരിക്കുന്നു. ഇടയിൽ കയറി പറയാണ്. വേറൊന്നുമല്ല. ദേവി നമ്മടെ കൂടെ നമ്മുടെ ഷീമിത്രയില് ദേവിയുടെ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ഒക്കെ ഇനി വരും. അതിന്റെ ഉം. അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ക്ലാസ്സുകളോ അതിനെക്കുറിച്ചുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ ഉം. ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ ഷീമിത്രയിലൂടെ അവൈലബിൾ ആവും. ഉം. അല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ഞാനും ദേവിയും സുധർമ്മയൊക്കെ കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഓക്കെ. പലരും വിചാരിക്കുന്നത് എന്താണെന്നോ ദേവി, ഉം. എല്ലാവരും ഭയങ്കര എന്താ പറയാ, നല്ല കൂളായിട്ട് അല്ലെങ്കിൽ ഒരു ബാധ്യതയും ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് സംരംഭക എന്ന രീതിയിലേക്ക് എല്ലാവരും വരുന്നത് എന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. യാ. ശരിയല്ലേ? ബാക്കി ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഏതെങ്കിലും ഫീൽഡിലേക്ക് വരുന്നവര് അവരുടെ ഹസ്ബൻഡ് അവർക്ക് റോ മെറ്റീരിയൽസിന് പ്രശ്നം ഉണ്ടാവൂല. വർക്കിംഗ് ക്യാപിറ്റലിന് പ്രശ്നം ഉണ്ടാവൂല. സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് എല്ലാരും സംരംഭക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നത് എന്നാണ് പലരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു ശരിയായ ധാരണയല്ല. എന്നാന്ന് വെച്ചാൽ ഒരു സംരംഭം തുടങ്ങി അവരൊരു നല്ല നിലയിലാവുമ്പോഴാണ് പുറത്തേക്ക് അറിയപ്പെടുന്നത്. അപ്പൊ അവരെ കാണുമ്പം പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാരും അവരുടെ കൂടെണ്ട്. പക്ഷെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഒരു സംരംഭം തുടങ്ങുമ്പം അവര് തനിച്ച് തന്നെയായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവാന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അതെ. എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെയാണ് ഇപ്പൊ ദേവിയുടെ ഇത്രയും സമയം സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത്. ദേവിക്കൊരു ഐഡിയ തോന്നി. അതും അച്ഛൻ ആ ഒരു ₹100 എങ്കിലും കണ്ടെത്തണം, ഒരു ഐഡന്റിറ്റി വേണം എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തുന്ന് എനിക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ദേവി മാറി. അതെന്ത് ചെയ്യും എന്നുള്ളത് മറ്റുള്ളവരുടെ അഡ്വൈസിനേക്കാൾ ഉപരി എനിക്കെന്താണ് ചെയ്യാൻ ഒരു താല്പര്യമുള്ള സബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നൊക്കെ എമൗണ്ട് ഒക്കെ വാങ്ങിച്ച് അത് തുടങ്ങി. പക്ഷെ ഞാനിവിടെ ദേവീനെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേവിയല്ല വേറെ ആരാണെങ്കിലും അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഷുവർ. ആഹ്. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തിന് ഈ നഷ്ടം വരുന്നതിനിടയിലും നമുക്ക് കുറച്ചെങ്കിലും അതിൽ നിന്ന് നഷ്ടത്തിന്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ? ഉം. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഫുള്ളായിട്ട് എല്ലാം ലോസ് ആവില്ലേ? യാഹ്. ആക്ച്വലി എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. ആം, മെൻ മെന്റെ മെന്റാലിറ്റി ഇവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാ, ഈ ബിസിനസ് സംബന്ധിച്ചോളം സ്റ്റാർട്ടിങ്ങില് അവർക്ക് നഷ്ടായാലും ഇപ്പൊ നഷ്ടായാലും കുഴപ്പമില്ല. അത് പിന്നീട് അത് നമുക്ക് ലാഭമായിട്ട് മാറുംന്നുള്ളതില് അവര് ക്ലിയർ ആയിരിക്കും. പക്ഷെ വിമൻ നമ്മള് എപ്പളും ഒരു ₹10 ഒരു കാര്യത്തിന് വേണ്ടി ഇറക്കിയോ, അപ്പൊ അത് 20 എനിക്ക് അന്ന് തന്നെ തിരിച്ചു വരണം എന്നുള്ള മെന്റാലിറ്റിയാണ്. ഈവൻ ഞാൻ എന്നെയും ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. വിമന്റെ മെന്റാലിറ്റി അത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അന്നേരം തോന്നിയത് എന്റെ കോൺഫിഡന്റ് ലെവൽ പോകാൻ പാടില്ലാന്ന് മാത്രമായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം അതാണ് അവിടെ അതാണ് ദേവിയുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അതായിരുന്നു. ഉം. കോൺഫിഡന്റ് മെന്റാലിറ്റി. സംസാരിച്ചോളൂ ദേവി. അപ്പം ഹസ്ബൻഡും പറഞ്ഞു ഇതൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാനാ, ആര് വാങ്ങിക്കാനാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ആരും എനിക്കവിടെ സപ്പോർട്ടില്ല. ഞാൻ ഫുൾ ബ്ലാങ്കാ. അവിടെ ഞാൻ ആ പാർലർ ഒരു വിശ്വസിച്ചാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ആം, പിന്നീട് അതിന് വേറൊരു എന്താ വഴിയാ, എന്താ പറയാ മലയാളത്തില്? ഒരു വഴി അതെ, വേറെ അതെ, അതെ, അതെ. വേറൊരു പോംവഴി. വഴി നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് നമ്മളായിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം ഞാൻ സോപ്പ് മേക്കിങ്ങാ പഠിച്ചത്. പിന്നെ വേറെ പ്രോഡക്റ്റ് അത് ആഡ് ഓൺ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് അടുത്തടുത്ത് എന്ത് സ്റ്റെപ്പാ വെക്കേണ്ടതെന്നുള്ളത് നമുക്കന്നെ അത് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടും. പിന്നെ വേറൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാ, ഇപ്പം നമ്മള് എന്താ പറയാ, ഒരു കാര്യം ആം, സ്റ്റാർട്ട് ചെയ്യുമ്പോ ആം, എന്തൊക്കെ നമ്മള് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും, അതിന് അങ്ങനെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തിട്ട് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്കത് സക്സസ് ആവണമെന്നില്ല. സോ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അത് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഒരു ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് എന്താ, എങ്ങനെയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എന്താ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനാ നോക്കണ്ടേ. എന്തൊക്കെ ഗുരു നമ്മൾ പറഞ്ഞു തരുന്നാലും സെൽഫ് ലേണിംഗ് ഒരു കാര്യമുണ്ട്. അത് നമ്മൾ തന്നെ പഠിച്ചെടുക്കണം. നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതാണ് ഇതിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം എങ്ങനെ പാക്കിങ്, എങ്ങനെ ഒരു കാര്യം പ്രസന്റ് ചെയ്യണം, ഇതൊന്നും നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണംന്ന് അവർ പറഞ്ഞുതരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോ അങ്ങനെയാ പോസ്റ്റ് ചെയ്തത്.
അതായത് സോപ്പ് മാത്രമായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ലായിരുന്നു ആ സമയത്ത്. ആദ്യം ദേവിയുടെ അടുത്ത് ഞാൻ അതിനിടയിൽ ഒന്ന് പറയണേ, ഒറ്റ കാര്യം ഒന്ന് ദേവിക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് തരാണ്. ഈ ഷീമിത്രേനെ സംബന്ധിച്ച് ഇവർക്ക് നമ്മളുടെ സ്റ്റുഡൻസിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് ദേവി പറയുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ത് കാര്യമായിക്കോട്ടെ അത് എങ്ങനെയാണ് അതിന്റെ റോ മെറ്റീരിയൽസ്, അതിന്റെ പിന്നെ എങ്ങനെ ചെയ്യണം, അതിന്റെ മേക്കിംഗ് മാത്രമല്ല അതിന്റെ പാക്കിങ്ങും അത് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് എല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ ഇവർക്ക്. ഇവര് ജസ്റ്റ് മേക്ക് ചെയ്യേ വേണ്ടതുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ ഇപ്പോ ഇതും ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് അതെ അതെ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് കുറെ അതെ 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 അത് ഉണ്ടെന്നാണ് വലിയൊരു കാര്യമാണ്, പറയുന്നത്. വലിയൊരു കാര്യം. ഇത് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് അതെ ആ അതെ കാര്യം അതെ എടുത്തത്. അതെ എനിക്കും ഞാൻ പഠിച്ച സ്ഥലത്തും അവര് കോണ്ടാക്ട് ഒക്കെ കുറച്ച് തന്നായിരുന്നു. ഈ പ്രോഡക്റ്റ് ഒക്കെ എവിടെ വാങ്ങിക്കണം, റോ മെറ്റീരിയൽസ് ആ എവിടെ വാങ്ങിക്കണം, ഉം, ഇതൊക്കെ അവർ തന്നായിരുന്നു. അപ്പൊ അവര് കുറെ കോണ്ടാക്ട്സ് തരുമല്ലോ നമുക്ക്. അതിൽ അതെ നമുക്ക് എവിടെയാ സൂട്ടബിൾ ആകണേ, എവിടെയാണ് ഇപ്പൊ നമ്മൾ 3 സ്ഥലത്ത് വാങ്ങിക്കുമ്പോഴായിരിക്കും നമുക്ക് അറിയണ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് അവരുടെ പ്രോഡക്റ്റ് നല്ലത് അതെ എന്നുള്ളത്, അതെ റോ മെറ്റീരിയൽ നല്ലത്. ഇതൊക്കെ നമ്മൾ തന്നെ പഠിച്ചു വരേണ്ട കാര്യമാണ്. അതെ അതെ സോ കുറെ കാര്യങ്ങള് നമ്മൾ സെൽഫായിട്ട് ലേൺ ചെയ്യും നമ്മൾ. അത് ഓട്ടോമാറ്റിക് നമ്മൾ ലേൺ അതെ ചെയ്യും. പക്ഷെ നമുക്ക് പാഷൻ ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ കാശിന് വേണ്ടി കാശ് സമ്പാദിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രമായിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഡൗൺഫോൾ ആയാലും ആരെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഒത്തിരി നമ്മൾ ഡൗൺ ആവും. ഇതേ നമുക്കൊരു പാഷനായിട്ട് ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് കമന്റ് വന്നാലും നമ്മൾ ഡൗൺഫോൾ ആയാലും അതിന് എങ്ങനെ നമ്മൾ മേളിലേക്ക് വരാം. ചുറ്റിയുള്ളവര് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഇത് ലൈക്ക് ലൈക്ക് ബേബി പോലെയാണ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതെങ്ങനെ നമ്മൾ ഡെവലപ്പ് എന്താ പറയുന്നത്, കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ അത് തോന്നും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൊണ്ടുപോകും, ഇത് ആര് വാങ്ങിക്കും എന്നുള്ള ഇത് വേണ്ട. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ സറൗണ്ടിങ്ങിൽ കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിച്ച് അങ്ങനെ കുറച്ചായിട്ട് കറക്ഷൻ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ദേവി. ദേവിയുടെ കുറച്ച് ദേവി ഇവിടെ വരെ എത്തിയതിന്റെ യാത്ര ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് പോയിന്റ് വൈസ് തന്നെയാണ് ദേവി സംസാരിച്ചത്. ദേവിയുടെ അടുത്ത് ആർക്കെങ്കിലും അപ്പൊ മാം പറഞ്ഞല്ലോ ഒരു സംരംഭം തുടങ്ങിയപ്പോ വീട്ടിൽ നിന്നൊന്നും ഒരു സപ്പോർട്ടിന്റെ ഒരു ഇപ്പൊ സംരംഭമല്ല, സ്ത്രീകൾ ഒരു ജോലിക്ക് പോകുവാണെങ്കിൽ വരെ ആദ്യം ഇറങ്ങുമ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളെ നോക്കലല്ല. അപ്പൊ മേഡത്തിന്റെ ഇത് കേട്ടപ്പോ എനിക്ക് എന്റെ ഒരു അനുഭവമായിട്ടാ എനിക്ക് തോന്നി. ഞാൻ സംരംഭം ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ചതി പറ്റി നിർത്തിപ്പോയതാണ്. അതെ 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 അപ്പൊ പിന്നെ ഞാനതിങ്ങനെ ഞാൻ ചെയ്ത ത്യാഗങ്ങളും ഇതൊക്കെ ഓർക്കുമായിരുന്നേ. മാഡത്തിന്റെ ഇത് ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. പിന്നെ മാഡം സഹിച്ച എന്തായാലും വേദനകളും ആ സങ്കടങ്ങളും മാഡം പറയുന്നത് അതേ ഇതിൽ ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് അതേ രീതിയിൽ തന്നെ ഫീൽ ചെയ്തത്. മാഡം ഉയരങ്ങളിലേക്ക് എത്താനുള്ള എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഓക്കെ, എന്തായാലും ദേവിയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്ന വെൽനസ് വെനസ്ഡേയിൽ ഒരു ദിവസം ദേവി ഗസ്റ്റ് ആയിട്ട് വരും. അന്ന് നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കും. ഇന്ന് നിങ്ങൾക്ക് ദേവിയുടെ ജേണി ഒന്ന് ചുരുക്കി പറയാനുള്ള ഒരു അവസരമാണ് ദേവിക്ക് ഇന്ന് ഉണ്ടായത്. അത് ദേവി വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ദേവി, നന്നായിട്ട് പ്രസന്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഇവരെ ഓരോരുത്തരോട് ചോദിച്ചപ്പോഴും ആൻസർ കിട്ടാത്ത ഓരോ ആൻസർ ഞാൻ പറയാം. അത്രയും സോപ്പ് കയ്യിലുണ്ടായിട്ട് ഒരു വഴി അടഞ്ഞാല് ഞാൻ അടങ്ങുന്ന നമ്മൾ ഇവിടെ കേരളത്തിലൊക്കെ നിന്ന് പോകുന്ന സാധാ ഒരു വീട്ടമ്മയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവരാരും അത് സമ്മതിക്കൂലെങ്കിലും ഞാൻ പറയുന്ന ഒരു വഴി നമുക്ക് കിട്ടിയിട്ട് ആ വഴി അടഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവിടെ വാരിക്കെട്ടി വെച്ചിട്ട് കരഞ്ഞിരിക്കേ ചെയ്യുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് നോക്കൂല. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി പിന്നെ ആ കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്നെ അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദേവിയുടെ ഏറ്റവും വലിയ കഴിവാണ്. ദൈവം കൂടെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങൾ ഷീമിത്ര എന്തായാലും ദേവിയുടെ കൂടെ ഉണ്ടാവും. ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യും. താങ്ക് യു. ഞങ്ങളുടെ ദേവീനെ പോലെയുള്ള ഒരുപാട് ലേഡീസ് ഉള്ള ഒരു ഗ്രൂപ്പാണിത്.
അപ്പൊ ലേഡീസിന്റെ വെൽനെസ്സിന് വേണ്ടിയിട്ട് ദേവിയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരണം. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതനുസരിച്ച് വന്ന് സംസാരിച്ചതിൽ ഒത്തിരി നന്ദി. എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയാണ്. Thank you, ma'am. Thank you so much. Bye. ഓക്കെ. താങ്ക് യു മാം. Thank you. അപ്പൊ